السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ഉലമാക്കളെ, ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നതിനെ പറ്റിയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കണ്ടാൽ അവർ കണ്ണ് താഴ്ത്തട്ടെ, അതിനെ തുടർന്ന് വീണ്ടും നോക്കരുത്. ജരീർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ പെടുന്നതിനായിട്ട് കണ്ണ് അവരിൽ പെട്ടാൽ കണ്ണിന് അപ്പത്തന്നെ തിരിക്കണം, തെറ്റിക്കണം എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി ഇന്ന് ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ എന്ത് പറയുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ 3 വലിയ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളായ ഗവേഷകന്മാരെ പറ്റി പറഞ്ഞിരുന്നു. അവര് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിന്റെ പുറമെ ഡോക്ടർ മുഹമ്മദ് ജമീൽ അൽ ഹബ്ബാൽ എന്ന് പറയുന്ന ഒരു ഗവേഷകനുണ്ട്. അദ്ദേഹം പറയുന്നു, അൻ നളറു സഹമും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ് എന്നുള്ള ഈ ഹദീസ്, ഈ നോട്ടം, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുന്ന ഈ നോട്ടം, അതിനെപ്പറ്റി അത് വിഷം മൂട്ടപ്പെട്ട അമ്പാണ് എന്ന് പറഞ്ഞല്ലോ. എ ഗ്ലാൻസ് ഈസ് എ പോയിസൺഡ് എറോ. ഈ ഹദീസിനെ ഞങ്ങൾ കൂടുതലായും ശ്രദ്ധിക്കാറില്ല. ഈ ഗവേഷകൻ പറയുന്നത് ഡോക്ടർ മുഹമ്മദ് ജമീൽ അൽ ഹബ്ബാൽ. പക്ഷേ ഞാൻ 5 വർഷത്തിലധികം നടത്തിയ ഈ ഹദീസ് അടിസ്ഥാനമാക്കി ഞാൻ നടത്തിയ പഠനത്തില്, 5 വർഷത്തിലധികം നടത്തിയ പഠനത്തില് കണ്ടെത്തിയത്, ഇങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കണ്ടാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. അവിടെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇറ്റ് മേ ലീഡ് ടു ന്യൂമറസ് ഡിസീസസ് സച്ച് ആസ് ആക്നെ എന്നാ പറഞ്ഞത്. ഒരു ഉദാഹരണത്തിന് മുഖക്കുരു പോലെ ആൻഡ് സോവൻ, അതുപോലെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് അദ്ദേഹം അവിടെ പറയുന്നു, സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്നുള്ളതില് വലിയ ഒരു അന്തരാർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് യൂസുഫ് അൽ ഹാജ് അഹമ്മദ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് മെഡിസിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് 278-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഗവേഷകൻ ഡോക്ടർ അബ്ദുദ്ദായിം അൽ കഹീൽ, അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, 1000-ത്തിലധികം ഖുർആൻ ആൻഡ് മോഡേൺ സയൻസിനെ പറ്റി അദ്ദേഹം ലേഖനങ്ങളും പ്രബന്ധങ്ങളും ചെറുലേഖനങ്ങളുമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറയുന്നത് 2010 ഇറ്റാലിയിൽ വെച്ചു നടന്ന ഒരു പഠനത്തില് അവര് ഇതിനെപ്പറ്റി വലിയ ഒരു റീസർച്ച് നടത്തി. അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം കണ്ടാല് എന്താ ബുദ്ധിമുട്ട്, എന്താ രോഗം വരിക എന്നതിനെപ്പറ്റി വലിയ റീസർച്ച് നടത്തി. അപ്പോഴേക്ക് അവര് പറയുന്നു, നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുകൾ നശിഞ്ഞു പോകുന്നു എന്ന്. അങ്ങനെ നശിഞ്ഞു പോകാൻ പാടില്ല, അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ശേഷം ഇപ്പോഴത്തെ മോഡേൺ പുതിയ 7 പഠനങ്ങള് ഈ അന്യസ്ത്രീ പുരുഷന്മാർ പരസ്പരം കണ്ടാൽ ഉണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്.
ഇതിലൊക്കെ പറയുന്നത് ഇവർ നടത്തിയ ഈ പഠനങ്ങളിൽ അവർ കണ്ടെത്തിയത് അവരുടെ ഓർമ്മശക്തി നശിക്കും. അന്യ സ്ത്രീ പുരുഷന്മാർ കണ്ടാൽ അവരുടെ ഓർമ്മശക്തി നശിക്കും. അത് നേരിട്ട് കണ്ടാലും മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ടിവിയിലൂടെയോ കണ്ടാലും എങ്ങനെയാണെങ്കിലും ഓർമ്മശക്തി നശിക്കും എന്ന് പറഞ്ഞാൽ വീക്കാകും, അത് കുറയും എന്ന് മാത്രമല്ല പ്രായം തോന്നിക്കും. ഏർലി ഏജിങ് ഷെയ്ഖുക മുബക്കിറ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രായം തോന്നിപ്പിക്കും. അതായത് ഒരു 60 വയസ്സുണ്ടെങ്കിൽ ഒരു 90 വയസ്സ് പോലെയോ 100 വയസ്സ് പോലെയോ, അല്ലെങ്കിൽ ഒരു 30 വയസ്സുണ്ടെങ്കിൽ ഒരു 60 വയസ്സ് പോലെയോ, അതായത് പ്രായം തോന്നിപ്പിക്കും അവർക്ക്. നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ ഒരു സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി, എല്ലാ രോഗങ്ങളെയും തടുക്കുന്ന ഒരു ശക്തിയാണല്ലോ. ഇന്ന് കോവിഡിന്റെ കാലത്ത് ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണത്. ആ ശക്തിയെ, ആ സിസ്റ്റമിനെ അത് വീക്കാക്കും. ഇങ്ങനെയുള്ള അന്യസ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കൽ ഇത് ഇസ്ലാമില് നിരോധിച്ച് പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് യൂറോപ്പിന്റെ ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ബിദറൂറത്തി ഇബ്തിആദിൻ നളരി ഇലൻ നിസാ, സ്ത്രീകളെ നോക്കുന്നതിന് എന്തുകൊണ്ട്, അന്യസ്ത്രീ പുരുഷന്മാരെ നോക്കുന്നത് എന്തുകൊണ്ടും അത് ഉപേക്ഷിക്കണം, അതിനെ തൊട്ട് ദൂരത്താകണം, അത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഡോക്ടർ അബ്ദുദ്ദായിം അൽ കഹീൽ പറഞ്ഞതാണ്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചുവടെ ചേർക്കുന്നുണ്ട്. അതിൽ നിന്ന് അറബി അറിയുന്നവർക്ക് മനസ്സിലാകും, അല്ലാത്തവർക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ചുരുക്കത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോഴേക്ക് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത് വേറെയും ഒരുപാട് റിസർച്ചുകൾ, എന്തെല്ലാം രോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഡോക്ടർ ഹുസൈൻ റാഷിദ് പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായിട്ട് നാളെ പറയുന്നുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും അനുസരിച്ച്, അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് നടക്കുവാനും ഈ ലോകത്തിൽ ശാന്തിയുടെ മാർഗം തേടി നടക്കുവാനും, അതായത് ലോകർക്കെല്ലാം ശാന്തി ലഭിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.